ഹലോ, ഞാൻ ശാലു വിനു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നതേ നല്ല കിടുക്കാച്ചിയ ഒരു ഫേഷ്യലിന്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാരണ ഐറ്റം വെച്ചിട്ടുള്ള മെയിൻ ആയിട്ട് അതാണ് നമ്മുടെ ഇൻഗ്രീഡിയന്റ് ബീട്രൂട്ട് വെച്ചിട്ടുള്ള നല്ല കിടുക്കാച്ചിയ ഒരു ഫേഷ്യലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. സോ ഇത് മന്ത്ലി വൺസ് ചെയ്താൽ മതിയാവും. പക്ഷെ ട്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്ട് ഡബിൾ ആയിരിക്കും. ബട്ട് ഞാനൊക്കെ മന്ത്ലി വൺസ് ആണ് കേട്ടോ അത് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന എഫക്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 4 മെയിൻ സ്റ്റെപ്സ് ആണുള്ളത്. ഇത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇതിലെ ഒരു സ്റ്റെപ്പും നമ്മൾ സ്കിപ്പ് ചെയ്യാനും പാടില്ല. നമുക്ക് നോക്കാം. ഈ എഫക്റ്റീവ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്കിന്നുള്ള നല്ല ഗ്ലോ തരുന്ന സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ തരുന്ന ഈ ബീട്രൂട്ട് ഫേഷ്യൽ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും ഏതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ് എന്നും. എല്ലാ ഫേഷ്യലും പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. സോ ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. അപ്പൊ ഈ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നോർമൽ പാലാണ്, ജസ്റ്റ് പ്ലെയിൻ റോ മിൽക്ക്. ഇത് തണുത്തതാണ്. നല്ല കോൾഡ് ആയിട്ടുള്ള റോ മിൽക്കിൽ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫേസിലൊക്കെ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിൽക്ക് എന്ന് പറയുന്നത് നല്ലതുപോലെ നമ്മുടെ സ്കിൻ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യും. ഇപ്പൊ ഡെയിലി നിങ്ങൾ മിൽക്ക് ഇതേപോലെ വെച്ച് ക്ലെൻസ് ചെയ്യുകയാണെങ്കിലോ മിൽക്ക് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ലൈറ്റ് ആയിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയോ വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിനും സ്കിന്നിനും ഒക്കെ നല്ല ഒരു ഗ്ലോ വരും. അപ്പൊ നമ്മൾ ക്ലെൻസറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് മിൽക്കാണ്. നല്ല തണുത്ത പാല് വേണം എടുക്കാനായിട്ട്. സോ ജസ്റ്റ് ഇതൊന്ന് നമ്മളൊരു കോട്ടനോ ടിഷ്യൂയോ വെച്ചിട്ട് ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് നമുക്കിത് അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ നമ്മുടെ ഫേസിലൊന്ന് അബ്സോർബ് ചെയ്യും. സോ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വാഷ് ചെയ്യാം ഫേസ്. ഇപ്പം ഞാൻ വാഷ് ചെയ്തിട്ടില്ല. നമ്മളുടെ ഈ ഒരു ക്ലെൻസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്കിന്നിലെ പോഴ്സ് ഒക്കെ നല്ലപോലെ ഒന്ന് ഓപ്പൺ ആവും. അപ്പോൾ അതിലെ ഡസ്റ്റും ഡേർട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്തത്. അപ്പോൾ ഈ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നല്ല ഒരു സ്ക്രബ് കൊടുക്കണം. ആ ടൈമിലാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. അപ്പോൾ ഈ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് പാലാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. ഈ 1 ടീസ്പൂൺ പാലിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ അടുത്ത് വരെ ആട്ട ചേർക്കുകയാണ്. നമ്മുടെ നോർമൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ. അപ്പോൾ ഈ ഒരു വീറ്റ് ഫ്ലോർ നമ്മൾ ഇതിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പാൽ ഓൾറെഡി നമ്മുടെ സ്കിൻ നല്ലതുപോലെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഈ വീറ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഇതിൽ സൺ ടാൻ ഒക്കെ മാറ്റാനായിട്ടുള്ള കുറേ പരിപാടികളും പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇതൊരു ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിത് സ്കിന്നിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് പെട്ടെന്നൊരു മാറ്റം വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ എന്തായാലും ഒന്ന് മിക്സ് ചെയ്യണേ. ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫിംഗേഴ്സ് വെച്ചിട്ടോ ഇതേപോലെ നമുക്ക് ഫേസിൽ ഫുള്ള് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ നിങ്ങൾക്ക് ഫേസിലും നെക്കിലും കയ്യിലും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫേസിലും നെക്കിലും മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് നല്ലതുപോലെ ജെന്റിലായിട്ടൊരു സ്ക്രബ് ചെയ്യുക. ആൻഡ് ഫോർ ബെസ്റ്റ് റിസൾട്ട് ഒരു 10 മിനിറ്റ്സ് സ്ക്രബ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് അടുത്ത് സ്ക്രബ് ചെയ്താൽ മതിയാവും. നല്ല സർക്കുലർ മോഷനിൽ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഈ ഒരു പാക്ക് തരും കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഇതിൽ വീറ്റ് ഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ബ്രൈറ്റ്നെസ്സും തരും. നമുക്ക് സൺ ടാൻ ഒക്കെ മാറ്റാനായിട്ട് നല്ലതുമാണ്. സോ ഇതേപോലെ നല്ലൊരു മസാജ് നിങ്ങൾക്ക് ഫേസിലും നെക്കിലും ഒക്കെ കൊടുക്കുക. ഫുൾ ഫേസ് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ നല്ലതുപോലെ ഒരു 10 മിനിറ്റ് എടുത്ത് മസാജ് ചെയ്യുക. നമ്മൾ ഇത്തിരി ടൈം എടുത്ത് ചെയ്താലും വേണ്ടില്ല. നമുക്ക് ഈ ഫേഷ്യലൊക്കെ നമ്മൾ മന്ത്ലി വൺസ് അല്ലെങ്കിൽ 2 തവണയൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരിത്തിരി ടൈം എടുത്ത് തന്നെ ചെയ്യണം.
ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. സോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിനുശേഷം ഞാനിത് മന്ത്ലി വൺസ് എങ്കിലും ചെയ്യാറുണ്ട്. 2 തവണയൊക്കെ ചെയ്താൽ സൂപ്പറായിരിക്കും നമ്മുടെ സ്കിന്ന്. സോ എന്തായാലും ഒന്ന് നല്ലപോലെ സ്ക്രബ് ചെയ്യാം. സോ ഞാൻ 10 മിനിറ്റ്സ് നല്ലതുപോലെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ഗ്ലോ ആവും. അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനൊരു ചെറിയ ബ്രൈറ്റ്നെസ് വരുന്നൊരു ഫീലും നമുക്കുണ്ടാവും. ഇനി നമ്മളുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, വിച്ച് ഇസ് ഫേഷ്യൽ മസാജിങ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമുക്ക് ആദ്യമായിട്ട് കേർഡ് വേണം, തൈര്. ബട്ട് നമ്മളത് നോർമലായിട്ടല്ല തൈര് എടുക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം തൈര് എടുത്തിട്ട് ഒരു നല്ല തുണി ഉണ്ടാവുമല്ലോ, തുണി അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതേപോലെ ഇത് ഒന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഇത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ജസ്റ്റ് വാട്ടർ പുറത്തെടുക്കണം. അപ്പോൾ വാട്ടർ പുറത്ത് വരുന്ന കണ്ടില്ലേ? അപ്പോൾ ഈ വാട്ടർ നമുക്ക് വേണ്ട, ഇതിനുള്ളിലുള്ള ക്രീം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. സോ ജസ്റ്റ് നല്ലപോലെ സ്ക്വീസ് ചെയ്യുക. സ്ക്വീസ് ചെയ്തിട്ട് അതിനുള്ളിലെ ക്രീം മാത്രം എടുത്തിട്ട് നമുക്ക് വാട്ടർ കളഞ്ഞേക്കാം. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇതേപോലെ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ക്രീം മാതിരി വരും നമുക്ക്. സോ അതെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബീട്രൂട്ട് ജ്യൂസാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് മതിയാവും. ഇതൊന്നുമില്ല, ജസ്റ്റ് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിന് ജ്യൂസ് മാത്രം നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ഇത് ലിപ്സിന് വളരെ നല്ലതാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കളർ തരാം. ഹൈ നൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും ഈ ഒരു ബീട്രൂട്ട് ജ്യൂസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഫ്ലോലെസ് സ്കിന്നാണ് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ബ്രൈറ്റ്നസ്സും തരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നല്ലൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണേ. അതുവരെ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഫേസിൽ ഇത് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യണം. സോ കൈ വെച്ചിട്ട് തന്നെ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസിലും നെക്കിലും ഒക്കെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. പേടിക്കണ്ട, ഞാൻ തന്നെയാ. നമുക്കിതൊരു പേർപ്പിൾ കളറിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലതുപോലെ നമ്മുടെ ഫേസിനൊരു മസാജ് ചെയ്യാം. നമ്മുടെ ഫേസിനെ ഇഷ്ടപ്പെട്ട് ലവ് ചെയ്ത് നല്ലപോലെ പാമ്പർ ചെയ്തിട്ട് നല്ല ഒരു മസാജ് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ്സ് എടുത്ത് നല്ലപോലെ മസാജ് ചെയ്യുക. ആൻഡ് എവിടെയൊക്കെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഫോർഹെഡിലൊന്ന് മസാജ് ചെയ്യുക. ഒന്നിൽ ഇതേപോലെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു 3-4 തവണ നെറ്റിയിൽ ചെയ്യുക, ഫോർഹെഡിൽ. ദെൻ മൂക്കിൻ്റെ സൈഡിൽ, പിന്നെ നമുക്ക് ചിന്നിൽ ചെയ്യണം. ദെൻ ചീക്സ്. എപ്പോഴും മുകളിലേക്ക് വേണം, അപ്വേർഡ് ഡയറക്ഷനിൽ വേണം എപ്പോഴും മസാജ് കൊടുക്കാനായിട്ട് കേട്ടോ. ഒന്നിൽ സർക്കുലർ മോഷൻ ഓർ അപ്വേർഡ്സ്. ദെൻ കണ്ണിന് മുകളിൽ, കണ്ണിന് ചുറ്റിനും. മേക്ക് ഷുവർ കണ്ണിൽ പോകാൻ പാടില്ല കേട്ടോ. പിന്നെ കഴുത്തിന് കൊടുക്കണം. നെക്കിൽ നിന്ന് ജസ്റ്റ് അപ്വേർഡ്സ് ഡയറക്ഷനിൽ ഒരു നല്ല മസാജ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ക്രീം ഓൾറെഡി ഉണ്ടാവും. ആൻഡ് ദെൻ നല്ല ടൈറ്റാക്കി മസാജ് ചെയ്യുക. ഇങ്ങനെ ഇതേപോലെ ഒരു 5-10 മിനിറ്റ് നല്ലതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഒന്ന് മസാജ് ചെയ്യണം. കുറച്ച് ടൈം എടുത്താലും ഒരു കുഴപ്പമില്ല, നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ചെയ്യാൻ മടിയുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യണ്ട കേട്ടോ.
അത്യാവശ്യം നമുക്ക് നല്ലൊരു മൂഡുള്ളപ്പോൾ മാത്രം നമുക്ക് സ്കിന്നിനൊക്കെ ഒരു നല്ല കെയർ കൊടുക്കണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രം കൊടുക്കുക. അപ്പം എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും, അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും ഈ ഒരു ഫുൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ അത്രയും ടൈം ഉള്ളപ്പോൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇത്. സോ ഇങ്ങനെ നമുക്ക് ജെന്റിലായിട്ട് മസാജ് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിന് മുകളിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോഴും ഇതേപോലെ ലൈറ്റായിട്ടൊരു മസാജ് കൊടുത്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് കാണാം നമ്മുടെ ഈ ക്രീമൊക്കെ നമ്മുടെ ഫേസിൽ നല്ലതുപോലെ അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പം ഇനി വാഷ് ചെയ്തിട്ട് വരാം. തണുത്ത വെള്ളത്തിൽ കഴുകണേ. ഞാനത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് വന്ന് ആ സമയപ്പോഴത്തെ ഇവിടെ ഒരാൾ എഴുന്നേറ്റു. ഇതെന്റെ മോളാട്ടോ, വിയ. സേ ഹായ്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. ഇവളെ കൊണ്ട് കിടത്തിയിട്ട് ബാക്കി കഥ പറഞ്ഞു തരാം കേട്ടോ. സോ നമ്മൾ ഫേഷ്യൽ മസാജ് ഒക്കെ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാലാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ബീട്രൂട്ട് ജ്യൂസ് ഒഴിക്കാം. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് കസ്തൂരി മഞ്ഞളാണ്, വൈൽഡ് ടർമറിക്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വീറ്റ് ഫ്ലോർ ആണ്. വീറ്റ് ഫ്ലോർ ഒരു 1 ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സോ ഈ എല്ലാം നമ്മളിതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്ത് വീറ്റ് ഫ്ലോറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് തേനാണ്. ഹണി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മുൾട്ടാണി മിട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എന്തായാലും ഏകദേശം ഒരു 1 ടീസ്പൂൺ എടുത്ത് തേൻ എടുക്കുന്നുണ്ട്. തേനൊക്കെ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അതേപോലെ തന്നെ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ലൈറ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേനും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൽ ലംസ് ഒന്നും പാടില്ല. അതേപോലെ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. സോ ഞാനിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്കിത് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും നെക്കിലും നമുക്കിത് അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാനിത് ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് ഷുവർ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ സംസാരിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് ചുളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, റിങ്കിൾസ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി പിന്നെ ഒരു 20 മിനിറ്റ്സ് ഇത് അനക്കാനേ പാടില്ല. ഈ 20 മിനിറ്റ്സ് അങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ആ ടൈമിൽ നമുക്കിത് ഒരു തവണയും കൂടെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം. ഒരു 5 മിനിറ്റ്സ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ലൈറ്റായിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ പാക്ക് ഒന്നുകൂടെ ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതിയാവും. അപ്പോൾ 2 തവണ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഇതിലെ ഈ മിൽക്കും അതേപോലെ തന്നെ ബീട്രൂട്ടും ഇതിൽ ചേർത്തിട്ടുള്ള തേനും ഒക്കെ നല്ലതുപോലെ നമ്മുടെ സ്കിന്നിലേക്കൊന്ന് അബ്സോർബ് ആവും. അപ്പോൾ എന്തായാലും അതുവരെ ഒന്ന് നമുക്കിതൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം രണ്ടാമത്തെ ടൈം. ഇനി ഒരു 15 മിനിറ്റ്സ് ഇതിങ്ങനെ ഇരിക്കട്ടെ. 15 മിനിറ്റ്സിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം.
മോൻ എത്തിയിട്ടുണ്ട് കളി കഴിഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് റെഡി ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇതൊന്ന് ഡ്രൈ ആവുകയും ചെയ്യും. ഞാൻ വാഷ് ചെയ്തിട്ടും വരാം. ഓക്കെ. സോ 20 മിനിറ്റ്സിന് ശേഷം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിനി ഈ വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്കിന്നിൽ വന്ന മാറ്റം? ഇത് ശരിക്കും നല്ല എഫക്റ്റ് തരുന്ന നല്ല കിടുക്കാച്ചിയ ഒരു ഫേഷ്യലാണ്. തീർന്നിട്ടില്ല, ഇനി ഒരു 2 കുഞ്ഞു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. ആദ്യം തന്നെ ഒരു ഐസ് ക്യൂബ് എടുത്ത് നല്ലതുപോലെ നമ്മുടെ ഫേസിലൊന്ന് മസാജ് ചെയ്യുക. അത് ഏത് ഫേസ് പാക്ക് നമ്മുടെ ഫേസിലിട്ടാലും നല്ലപോലെ ഒന്ന് ഐസ് ക്യൂബ് വെച്ചിട്ട് ഒരു സർക്കുലർ മോഷനിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യണം. എന്നിട്ട് അത് മസാജ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. സോ നമ്മൾ ഐസ് മസാജും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസിങ് ലോഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ബോഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ജസ്റ്റ് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ്സ് നല്ലതുപോലെ ഒരു മസാജ് കൊടുക്കുക. ഇത് ലാസ്റ്റ് മസാജാണ് കേട്ടോ. ഈ ഒരു മസാജും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീട്രൂട്ട് ഫേഷ്യൽ കഴിഞ്ഞു. ഇത് വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ ബീട്രൂട്ട് നല്ലതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കി വെക്കുകയും ചെയ്യും, നല്ല ഫ്ലോലെസ് ആക്കി വെക്കുകയും ചെയ്യും. അതേപോലെ തന്നെ പിഗ്മെന്റേഷനൊക്കെ മാറ്റാനും കുറേ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. കാണാൻ പറ്റുന്നില്ലേ? സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട്, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട്, ഫ്ലോലെസ് ആയിട്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.